നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. മാർ ജേക്കബ് തൂങ്കുഴിക്ക് വിട നൽകാൻ ഒരുങ്ങി സാംസ്കാരിക നഗരി. നാളെ തൃശൂരിൽ പൊതുദർശനവും വിലാപയാത്രയും. ഖബറടക്കം ഔദ്യോഗിക ബഹുമതികളോടെ തിങ്കളാഴ്ച കോഴിക്കോട്. കലുങ്ക് സംവാദ പരിപാടിയിലെ വിവാദങ്ങളിൽ വിശദീകരണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പരിപാടി വക്രീകരിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് സുരേഷ് ഗോപി. ജില്ലയിൽ പരക്കെ മോഷണം. മാള തൻകുളം മഹാദേവ ക്ഷേത്രത്തിലും നെല്ലായിയിലെ വ്യാപാര സ്ഥാപനത്തിലും മോഷണം. മണ്ണമ്പിട്ടയിൽ പൂട്ടിയിട്ട വീട്ടിലും തൃശൂർ സെന്റ് ക്ലെയർ സ്കൂളിലും മോഷണ ശ്രമം. ഒല്ലൂർ കമ്പനിപ്പടിയിൽ സ്വകാര്യ ബസ് കടയിലേക്ക് ഇടിച്ചുകയറി 3 പേർക്ക് പരിക്കേറ്റു. ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണം. ആളൂർ ഉറുമ്പൻകുന്ന് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നു. റോഡ് വികസനത്തിനായി ടാറിംഗ് പൊളിച്ചു നീക്കിയതിനാൽ കാൽനടയാത്ര പോലും ദുരിതത്തിൽ. KSU പ്രവർത്തകരെ കൈവിലങ്ങും കറുത്ത മുഖംമൂടിയും ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് DGP. യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ സമർപ്പിച്ച പരാതിയിലാണ് നടപടി. വാർത്തകൾ വിശദമായി. കാലം ചെയ്ത ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴിക്ക് വിട നൽകാനൊരുങ്ങി സാംസ്കാരിക നഗരി. നാളെ തൃശൂരിൽ പൊതുദർശനവും വിലാപയാത്രയും നടക്കും. തിങ്കളാഴ്ച കോഴിക്കോട് കോട്ടുളിയിലെ ക്രിസ്തുദാസ് സന്യാസി സമൂഹത്തിന്റെ ആസ്ഥാനത്താണ് ഖബറടക്കം. ഞായറാഴ്ച രാവിലെ 11:30 ഖബറടക്ക ശുശ്രൂഷയുടെ 1ാം ഘട്ടം തൃശൂർ അതിരൂപത ആസ്ഥാനത്ത് നടക്കും. തുടർന്ന് ഡോളേഴ്സ് ബസലിക്ക പള്ളിയിലേക്ക്. 12:15 മുതൽ അവിടെ പൊതുദർശനം. വൈകിട്ട് 3:00 ബസലിക്കയിൽ നിന്ന് സ്വരാജ് റൗണ്ട് ചുറ്റി ലൂർദ് പള്ളിയിലേക്ക് വിലാപയാത്ര. വൈകിട്ട് 5 ലൂർദ് പള്ളിയിൽ ശുശ്രൂഷകളുണ്ടായിരിക്കും. ദിവ്യബലിക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. മാർ പോളി കണ്ണൂക്കാടൻ സന്ദേശം നൽകും. മാർ ടോണി നീലങ്കാവിൽ, മാർ പ്രിൻസ് പാണയങ്ങാടൻ എന്നിവർ സഹകാർമ്മികരാകും. തിങ്കളാഴ്ച രാവിലെ 9:30 ഖബറടക്ക ശുശ്രൂഷയുടെ 2ാം ഘട്ടം ആരംഭിക്കും. മാർ ജോർജ് ആലഞ്ചേരി കാർമ്മികത്വം വഹിക്കും. തുടർന്ന് മാർ റാഫേൽ തട്ടിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ സംസ്കാര ശുശ്രൂഷയുടെ 3ാം ഘട്ടം. മാനന്തവാടി രൂപതാമെത്രാൻ മാർ ജോസ് പൊരുന്നേടം അനുസ്മരണ സന്ദേശം നൽകും. ശുശ്രൂഷകളിൽ 27ഓളം ബിഷപ്പുമാർ പങ്കെടുക്കും. ലൂർദ് പള്ളിയിൽ സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ബഹുമതികൾ അർപ്പിക്കും. ഉച്ചയ്ക്ക് 1 മണിയോടെ ഭൗതികദേഹം കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകും. 4 മുതൽ 6 വരെ ദേവഗിരി സെന്റ് ജോസഫ് ദേവാലയത്തിൽ പൊതുദർശനം. 6:30 കോട്ടുളിയിലെ ക്രിസ്തുദാസി സന്യാസി സമൂഹത്തിന്റെ ആസ്ഥാനമായ ഹോം ഓഫ് ലവ് ജനറലേറ്റിലേക്ക് കൊണ്ടുപോകും. അവിടെ ഖബറടക്ക ശുശ്രൂഷയുടെ സമാപന തിരുക്കർമ്മങ്ങൾ നടക്കും. ശുശ്രൂഷ നടക്കുന്ന തിങ്കളാഴ്ച തൃശൂർ അതിരൂപതയിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. പിതാവിനോടുള്ള ആദരസൂചകമായി പുഷ്പചക്രങ്ങൾക്ക് പകരം സാരിയോ മറ്റ് തുണിത്തരങ്ങളോ സമർപ്പിക്കാമെന്നും അവ പിന്നീട് ആവശ്യക്കാർക്ക് ഉപകരിക്കുന്ന വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്നതാണെന്നും അതിരൂപത അറിയിച്ചു. TCV ന്യൂസ്, തൃശൂർ. മാർ ജേക്കബ് തൂങ്കുഴിയുടെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടത്തുമെന്ന് മന്ത്രി K. രാജൻ അറിയിച്ചു. അതിരൂപത ആസ്ഥാനത്തെത്തിയ മന്ത്രി മാർ ജേക്കബ് തൂങ്കുഴിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. തൂങ്കുഴി പിതാവിൻ്റെ സ്നേഹവാത്സല്യങ്ങൾക്ക് അനുഭവിക്കാൻ അവസരം കിട്ടിയവരാണ് ഞങ്ങളുൾപ്പെടെയുള്ള ഈ തലമുറയെല്ലാം. കടുത്ത പ്രതിസന്ധികൾ മലയോര കർഷകരും കുടിയേറ്റ കർഷകരും അനുഭവിച്ചിരുന്ന മാനന്തവാടി രൂപതയിൽ നിന്ന് മലയോര കർഷകരെ മണ്ണിൻ്റെ ഉടമകളാക്കി മാറ്റാനും വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കാനും ഒക്കെയുള്ള വലിയ പ്രവർത്തനത്തിന് വ്യക്തിപരമായി നേതൃത്വം നൽകി ആരംഭിച്ചതാണ് അദ്ദേഹത്തിൻ്റെ പിതാവെന്ന നിലയിലുള്ള ബിഷപ്പ് എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ. യഥാർത്ഥത്തിൽ വിശ്വാസത്തെ കരുണ കൊണ്ട് പ്രോജ്വലമാക്കിയിരുന്ന ഒരു പിതാവായിരുന്നു തൂങ്കുഴി പിതാവ്. എപ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ പ്രാർത്ഥനകളിലും കരുണ ആർന്ന പ്രവർത്തനങ്ങളിലും രേഖപ്പെടുത്തി വയ്ക്കുക എന്നുള്ളതാണ് ചരിത്രത്തിൽ അദ്ദേഹം സ്വയം അടയാളപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും കൂടുതൽ. തൃശ്ശൂർ രൂപതയ്ക്ക് ഒരിക്കലും മറക്കാനാകാത്ത പിതാവായിരുന്നു തൂങ്കുഴി പിതാവ്. അദ്ദേഹം ഓരോ ഘട്ടത്തിലും അത്ഭുതകരമായ വിധത്തിൽ എല്ലാ പ്രതിസന്ധികളിലും ആ പ്രതിസന്ധികളെ അയക്കാനും ലളിതമായ വാക്കുകൾ കൊണ്ടും ഹാസ്യമുറന്ന നർമ്മമുറിയ സംഭാഷണങ്ങൾ കൊണ്ടും എല്ലാ പ്രതിസന്ധികളെയും ലഘൂകരിക്കാൻ തൂങ്കുഴി പിതാവ് കാണിച്ചിട്ടുള്ള ഒരു വലിയ പ്രവർത്തനം മലയാളിക്ക് ഒരിക്കലും മറക്കാനാകാത്ത. മാർ ജേക്കബ് തൂങ്കുഴി പിതാവിന്റെ ഓർമ്മകളെ ചേർത്തുപിടിച്ച് ഒരു അധ്യാപക കുടുംബം. കൂനമുച്ചി സ്വദേശികളായ PJ സ്റ്റൈജുവും അമ്പിളി പീറ്ററും പിതാവുമായി ഏറെ ആത്മബന്ധമുള്ളവരായിരുന്നു.
തൃശൂർ അതിരൂപത CLCയുടെ ഭാരവാഹികളായിരുന്നപ്പോൾ മുതലാണ് മാർ ജേക്കബ് തൂങ്കുഴിയുമായി അടുത്തത്. തുടർന്നുള്ള അതിരൂപത പ്രവർത്തനങ്ങളിൽ പിതാവിനോടൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചു. ഇരുവരുടെയും വിവാഹ ആശീർവാദത്തിന് കാർമ്മികത്വം വഹിച്ചതും മാർ ജേക്കബ് തൂങ്കുഴിയാണ്. 4 തവണ പിതാവ് വീട്ടിൽ വന്നത് വലിയൊരു അനുഗ്രഹമായി കരുതുന്നുവെന്ന് PJ സ്റ്റൈജുവും അമ്പിളി പീറ്ററും പറഞ്ഞു. പിതാവിനെ എന്നെ ഓരോ ചെറിയ വിജയങ്ങളിലും പിതാവ് നേരിട്ട് വിളിച്ച് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. പിതാവിനോടുള്ള സ്നേഹം നിസ്സീമമാണ്. 4-5 തവണ വീട്ടിൽ വന്നിട്ടുണ്ട്. എൻ്റെ വിവാഹത്തിന്റെ ആശീർവാദത്തിന് വന്നിട്ടുണ്ട്. ഇടയ്ക്കിടെ പിതാവിന്റെ വാസസ്ഥലമായ മൈനർ സെമിനാരിയിൽ കുടുംബത്തോടൊപ്പം ഇവർ പോകുമായിരുന്നു. എല്ലാ സന്തോഷങ്ങളിലും നേരിട്ട് വിളിക്കുന്ന ആ സ്വരം ഇനിയില്ല എന്നത് ഒരു നൊമ്പരമായി അവശേഷിക്കുന്നു. പിതാവിനോടൊപ്പമുള്ള വിവാഹാശീർവാദ ഫോട്ടോയും ദിനസന്ദേശങ്ങൾ അടങ്ങിയ കലണ്ടറും സമ്മാനമായി നൽകിയ ജപമാലകളുമാണ് ധന്യമായ ഓർമ്മകൾക്ക് ഇനി ശക്തി നൽകുക എന്നും ഈ അധ്യാപിക ദമ്പതികൾ കൂട്ടിച്ചേർക്കുന്നു. TCV ന്യൂസ്, തൃശൂർ. കലങ്ക് സംവാദ പരിപാടിയിലെ വിവാദങ്ങളിൽ വിശദീകരണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പരിപാടി വക്രീകരിക്കാൻ ചില ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. കരുവന്നൂരിൽ ED സ്വത്ത് കണ്ടുകെട്ടിയ കാര്യം നേരത്തെ പറഞ്ഞതാണെന്നും അത് ബാങ്ക് വഴി മാത്രമേ നൽകാൻ കഴിയൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി കുന്നംകുളത്ത് വന്നപ്പോൾ ഇക്കാര്യം പറഞ്ഞതാണ്. ആനന്ദവല്ലി ചേച്ചി തന്റെ നെഞ്ചത്ത് കയറിയിട്ട് കാര്യമില്ല. സഹകരണ വകുപ്പ് മന്ത്രിയാണ് തീരുമാനമെടുക്കേണ്ടതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. നിങ്ങളുടെ മുഖ്യമന്ത്രി വഴി കോഓപ്പറേറ്റീവ് കാര്യങ്ങൾ സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന, അതാണ് പറഞ്ഞതിന്റെ സംക്ഷിപ്തമാണ്. അല്ല, മുഖ്യമന്ത്രിക്ക് നേരിട്ട് ആ വകുപ്പിൽ കയറി ചെയ്യാനൊക്കത്തില്ല. ആരാണോ സഹകരണ വകുപ്പ് അവരെ കൊണ്ട് പറഞ്ഞ് പാവങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഭരണത്തിന്റെ കരുതൽ, കരുണ, ദയ, കാരുണ്യം എല്ലാമെങ്കിലും ഉറപ്പായിട്ട് ഈ കാശ് EDയിൽ നിന്ന് അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് വീതം വെച്ച് കൊടുക്കണം. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കലങ്ക് സൗഹൃദ വികസന സംവാദം മുല്ലശ്ശേരിയിൽ നടന്നു. മണ്ണും മാലിന്യങ്ങളും നിറഞ്ഞ പെരിങ്ങാട് പുഴ ആഴം കൂട്ടി വെള്ളം കടലിലേക്ക് ഒഴുകിപ്പോകുന്നതിന് സാഹചര്യമൊരുക്കണം. പുതിയ തടയണ പെരിങ്ങാട് പുഴയിൽ നിർമ്മിച്ചാൽ ശുദ്ധജല തടാകം സൃഷ്ടിക്കാൻ കഴിയുമെന്നും ആവശ്യമുയർന്നു. കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം നിർമ്മിച്ച പറമ്പൻതളി മാനിന റോഡ് കുടിവെള്ള പദ്ധതിക്ക് പൈപ്പ് സ്ഥാപിക്കാനായി പൊളിച്ചതിനെ തുടർന്ന് തകർന്നത് വർഷങ്ങളായിട്ടും പുനർനിർമ്മിച്ചിട്ടില്ലെന്നും സഞ്ചാര സ്വാതന്ത്ര്യം ഒരുക്കണമെന്നും നാട്ടുകാർ മന്ത്രിയോട് ആവശ്യപ്പെട്ടു. BJP ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, വൈസ് പ്രസിഡന്റ് സുജയ് സേനൻ, മണലൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് KS ധനീഷ്, പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ കുമാർ അപ്പു എന്നിവർ സംവാദത്തിന് നേതൃത്വം നൽകി. മാള തൻകുളം മഹാദേവ ക്ഷേത്രത്തിൽ ഭണ്ഡാരം കുത്തിത്തുറന്ന മോഷണം. ക്ഷേത്രത്തിന്റെ മുൻപിലെ കൗണ്ടറും തകർത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ ക്ഷേത്രം ശാന്തി എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. ക്ഷേത്ര പരിസരത്ത് പന്തൽ നിർമ്മാണത്തിനായി കുഴിയെടുക്കുന്നതിന് സൂക്ഷിച്ചിരുന്ന 2 ആയുധവും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ആയുധങ്ങൾ ഉപയോഗിച്ചായിരിക്കാം ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്നതെന്ന് സംശയിക്കുന്നു. ഭണ്ഡാരത്തിലെ പണവും കൗണ്ടറിൽ സൂക്ഷിച്ചിരുന്ന 500 രൂപയുമാണ് നഷ്ടപ്പെട്ടത്. മാള പോലീസ് അന്വേഷണം ആരംഭിച്ചു. നെല്ലായിയിൽ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം. വയലൂർ റോഡിലുള്ള മിനി മാർട്ട് എന്ന സ്ഥാപനത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രി മോഷണം നടന്നത്. ഷട്ടറിന്റെ പൂട്ട് തകർത്ത് അകത്ത് കടന്ന മോഷ്ടാവ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 6000-ഓളം രൂപ കവർന്നു. സമീപത്തെ ധനകാര്യ സ്ഥാപനത്തിലും ഡെന്റൽ ക്ലിനിക്കിലും മോഷണ ശ്രമം നടന്നിട്ടുണ്ട്. കൊടകര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നെല്ലായി മേഖലയിൽ മോഷണം വർദ്ധിച്ചു വരികയാണെന്ന് പ്രദേശവാസികൾ പരാതിപ്പെട്ടു. രാവിലെ കട തുറക്കാൻ വന്നപ്പോൾ കട കുത്തി തുറന്ന് പൊളിച്ചിട്ടാണ് നേരത്തെ കണ്ടത്. അപ്പോൾ കൊടാര പോലീസ് സ്റ്റേഷനിൽ അറിയിച്ച് പോലീസുകാർ വന്ന് നടപടികൾ സ്വീകരിച്ചു. 6000-ഓളം നഷ്ടപ്പെട്ടിട്ടുണ്ട്. 3 മാസം മുൻപ് വയലൂരിലെ പൂട്ടിക്കിടന്ന 2 വീടുകളിൽ മോഷണം നടന്നിരുന്നു. മണ്ണമ്പേട്ടയിൽ പൂട്ടിയിട്ട വീടിന്റെ വാതിൽ പൊളിച്ച് മോഷണ ശ്രമം. മണ്ണമ്പേട്ട പൂക്കോട് ഭഗവതിക്കാവ് റോഡിലെ ചക്കാലമറ്റത്ത് വളപ്പിൽ രതീഷിന്റെ വീട്ടിലാണ് മോഷണ ശ്രമം നടന്നത്. രതീഷും കുടുംബവും വിദേശത്താണ്. ശനിയാഴ്ച രാവിലെ അയൽവാസികളാണ് വീടിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നത് കണ്ടത്. ബന്ധുക്കളെത്തി നോക്കിയപ്പോഴാണ് വീടിന്റെ മുൻവാതിലിന്റെ പൂട്ട് പൊളിച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. എല്ലാ മുറികളിലെയും അലമാരകൾ തുറന്ന് സാധനങ്ങൾ വലിച്ചുവാരിയിട്ട നിലയിലായിരുന്നു. വരന്തരപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. തൃശൂർ കിഴക്കേക്കോട്ട സെന്റ് ക്ലെയേഴ്സ് സ്കൂളിൽ മോഷണ ശ്രമം.
ഓഫീസ് മുറിയുടെ വാതിലിന്റെ പൂട്ടു തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. കെട്ടിട നിർമ്മാണത്തിനായി സ്കൂളിന് സമീപം വെച്ചിരുന്ന പിക്കാസ് ഉപയോഗിച്ചാണ് പൂട്ടു തകർത്തത്. സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ട നിലയിലാണ്. ഈസ്റ്റ് പോലീസിൽ പരാതി നൽകി. ഒല്ലൂർ കമ്പനിപ്പടിക്ക് സ്വകാര്യ ബസ് കടയിലേക്ക് ഇടിച്ചുകയറി 3 പേർക്ക് പരിക്കേറ്റു. പടവരാട് സ്വദേശികളായ സുജ, ശാന്ത, തിരുവില്ലാമല സ്വദേശി ഓമന എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ഒല്ലൂർ ആക്സ് പ്രവർത്തകർ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആളൂർ ഉറുമ്പൻകുന്ന് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നു. റോഡ് വികസനത്തിനായി ടാറിംഗ് പൊളിച്ചു നീക്കിയതിനാൽ കാൽനട യാത്ര പോലും ദുസ്സഹമായി. കഴിഞ്ഞ മെയ് മാസത്തിലെ മഴ മൂലം നിർത്തിവെച്ച പണി 4 മാസത്തോളമായിട്ടും പുനരാരംഭിച്ചിട്ടില്ല. കൊടകര മാള സംസ്ഥാന പാതയിലെ ആളൂർ മേൽപ്പാലം ജംഗ്ഷനിൽ നിന്ന് ചാലക്കുടി നഗരസഭയിൽ ഉൾപ്പെട്ട ഉറുമ്പൻകുന്നിലേക്കുള്ള 3.5 കിലോമീറ്റർ റോഡിന്റെ നവീകരണമാണ് വൈകുന്നത്. സെന്റ് ജോസഫ് ചർച്ച് ഉറുമ്പൻകുന്ന് റോഡിനായി പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജനയിൽ ഉൾപ്പെടുത്തി 2.73 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞ മെയ് മാസത്തിൽ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചെങ്കിലും മഴ മൂലം പണി തുടരാനായില്ല. റോഡ് വികസനത്തിനായി നിലവിലുണ്ടായിരുന്ന ടാറിംഗ് പൊളിച്ചു നീക്കിയതിനാൽ ഇതുവഴിയുള്ള കാൽനട പോലും ദുരിതമായിട്ടുണ്ട്. ശക്തമായ കാലവർഷത്തിൽ റോഡിൽ പലയിടത്തും കുഴികൾ രൂപപ്പെട്ട നിലയിലാണ്. നവീകരണ പ്രവൃത്തി എത്രയും വേഗം പുനരാരംഭിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, കൊടകര. KSU പ്രവർത്തകരായ ഗണേഷ് ആറ്റൂർ, അൽ അമീൻ, അസ്സലാം എന്നിവരെ കൈവിലങ്ങും കറുത്ത മുഖമൂടിയും ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവം ഡിവൈഎസ്പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന് DGP ഉത്തരവിട്ടു. യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ സമർപ്പിച്ച പരാതിയിലാണ് നടപടി. DGPക്കും ജില്ലാ പോലീസ് മേധാവിക്കുമാണ് അനീഷ് പരാതി നൽകിയിരുന്നത്. പരാതിയിന്മേൽ അന്വേഷണം നടത്തി മേൽ നടപടി സ്വീകരിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുള്ള DGPയുടെ ഉത്തരവ് ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറി. തൃശൂർ കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗത്തിലെ തസ്തികകൾ വെട്ടിക്കുറച്ച ഉത്തരവ് താൽക്കാലികമായി നിർത്തിവെച്ചു. സെപ്റ്റംബർ 12-നായിരുന്നു വൈദ്യുതി വിഭാഗത്തിലെ തസ്തികകൾ 229 നിന്ന് 103 വെട്ടിക്കുറച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉത്തരവിറക്കിയത്. ജീവനക്കാരുടെയും ഭരണപ്രതിപക്ഷങ്ങളുടെയും രൂക്ഷമായ എതിർപ്പിനെ തുടർന്ന് 7 ദിവസത്തിനകം ഉത്തരവ് റദ്ദാക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയതായി മേയർ MK വർഗീസ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. തൃശൂരിൽ 20 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. ആലുവ സ്വദേശി റിച്ചുവാണ് പിടിയിലായത്. മലദ്വാരത്തിൽ ഒളിപ്പിച്ചാണ് ലഹരിമരുന്ന് കടത്താൻ ശ്രമിച്ചത്. യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ച് ഡോക്ടറുടെ സഹായത്തോടെ മയക്കുമരുന്ന് പുറത്തെടുത്തു. തൃശൂർ റേഞ്ച് എക്സൈസ് സംഘമാണ് MDMA പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്നും ട്രെയിൻ മാർഗം തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് പിടിയിലായത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് പമ്പ മണപ്പുറത്ത് തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ശബരിമലയിലേത് മതാതീത ആത്മീയതയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമലയിലെ ചരിത്രവും ഐതിഹ്യവും സമൂഹത്തിലെ അധസ്ഥിതരുമായി ബന്ധപ്പെട്ടതാണ്. ശബരിമലയിലെ പണം സർക്കാർ എടുക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായി വിവിധ സെഷനുകളിലായി ചർച്ചകൾ നടക്കുന്നുണ്ട്. പ്രധാന വേദിയിൽ ശബരിമല വികസനത്തിനുള്ള മാസ്റ്റർ പ്ലാൻ അധിഷ്ഠിതമായ ചർച്ചയാണ് നടക്കുന്നത്. ഹിൽടോപ്പിന്റെ താഴ്വാരത്തെ വേദിയിൽ ആധ്യാത്മിക ടൂറിസത്തെക്കുറിച്ചും പമ്പ ശ്രീരാമ സങ്കേതം ഓഡിറ്റോറിയത്തിൽ തിരക്കു നിയന്ത്രണത്തെക്കുറിച്ചുള്ള ചർച്ചകളുമാണ് നടക്കുന്നത്. കർശന സുരക്ഷയാണ് പമ്പയിലും പരിസര പ്രദേശങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുള്ളത്. ADGP S ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ 1000 പോലീസുകാരെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. എന്താണ് വേണ്ടത്? അത് സർക്കാരോ ദേവസ്വം ബോർഡോ ഏകപക്ഷീയമായി സങ്കല്പിച്ച് നടപ്പിലാക്കുകയല്ല വേണ്ടത്. ഭക്തജനങ്ങളിൽ തന്നെ മനസ്സിലാക്കി വേണ്ടത് ചെയ്യുകയാണ് ആവശ്യം. അതിനുകൂടി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ ഭക്തജന സംഗമം. ഇതിനോട് ഭക്തജനങ്ങൾ, പ്രത്യേകിച്ച് അയ്യപ്പ ഭക്തന്മാർ സർവാത്മന സഹകരിക്കുന്നുവെന്ന് കാണുന്നത് സന്തോഷകരമാണ്. യഥാർത്ഥ ഭക്തർക്ക് ഇങ്ങനെയേ ചെയ്യാനാകും. ചാവക്കാട് ബേബി റോഡ് ഫാറൂഖ് പള്ളി ബീച്ചിൽ മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തി. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. കോസ്റ്റൽ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു.
കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ ഉൾപ്പെട്ട പോലീസുകാരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ സത്യാഗ്രഹം അനുഷ്ഠിക്കുന്ന MLA-മാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച കോൺഗ്രസ് മട്ടത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ഭാരവാഹികളായ CH സാദത്ത്, ലിൻഡോ പള്ളിപ്പറമ്പൻ, KA ഹനീഫ, ജെയ്സൺ PDക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. SFIയെ മോഷണങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതിന് ബക്കറ്റ് പിരിവുമായി യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജകമണ്ഡലം കമ്മിറ്റി. നിയോജകമണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൾ ഉദ്ഘാടനം ചെയ്തു. ചേലക്കര മണ്ഡലം പ്രസിഡന്റ് PS സുരേഷ് കുമാർ, നേതാക്കളായ സൂരജ് ഹിയാസ്, VP നികേഷ്, അർപ്പിത, അഭിഷേക് തുടങ്ങിയവർ നേതൃത്വം നൽകി. ബക്കറ്റ് പിരിവിലൂടെ ലഭിച്ച പണം CPM ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് അയച്ചുകൊടുത്തു. പേരാമ്പ്ര ചെറുകുന്ന ആളൂർ റോഡിലെ വാക്കോട്ടായി പാടത്തെ റോഡ് ഗതാഗത യോഗ്യമാക്കാത്തതിനെതിരെ ആം ആദ്മി പാർട്ടി കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പ്രസിഡന്റ് പുഷ്പാകരൻ തോട്ടുംപുറം ധർണ ഉദ്ഘാടനം ചെയ്തു. PJ ഡേവിസ്, TD ജോസ്, PL ഡേവിസ് എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ അഴീക്കോട് പുഴയിൽ കാണാതായ തൊഴിലാളികൾക്കായി തിരച്ചിൽ തുടരുന്നു. മധ്യപ്രദേശ് സ്വദേശി 22 വയസ്സുള്ള തേജ്പാലിനായി കൊടുങ്ങല്ലൂർ ഫയർഫോഴ്സിന്റെ സ്കൂബ ടീമാണ് തിരച്ചിൽ നടത്തുന്നത്. അഴീക്കോട് മുനമ്പം പാലം നിർമ്മാണ സ്ഥലത്ത് വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു അപകടം. നിർമ്മാണത്തിലിരിക്കുന്ന തൂണിൽ നിന്നും പുഴയിലിറങ്ങി കരയിലേക്ക് നീന്തുന്നതിനിടയിലാണ് തേജ്പാലിനെ കാണാതായത്. പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവീകരിച്ച ഗണിത ലാബിന്റെ ഉദ്ഘാടനം നടന്നു. 3 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ലാബ് നവീകരിച്ചത്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ദീപ S നായർ അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ, KP ശ്രീജയൻ, KM അസീസ്, R ഗോപകുമാർ, KN ജയന്തി തുടങ്ങിയവർ സംസാരിച്ചു. KPSTA സംഘടിപ്പിക്കുന്ന പൊതുവിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്രയ്ക്ക് തിങ്കളാഴ്ച കൊടുങ്ങല്ലൂരിൽ സ്വീകരണം നൽകുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. സ്വീകരണ സമ്മേളനം ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്യും. MLA സനീഷ് കുമാർ ജോസഫ്, KPCC വക്താവ് KP നൌഷാദ് അലി എന്നിവർ സംസാരിക്കും. സംഘാടക സമിതി ചെയർമാൻ ES സാബു, ജനറൽ കൺവീനർ CJ ദാമു, വർക്കിംഗ് ചെയർമാൻ പ്രവീൺ M കുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടവേള. ഗോബോ നന്ദിര മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. ചേലക്കര പഞ്ചായത്ത് തൂണൂർക്കര തൊട്ടേക്കാട് റോഡ് പുനരുദ്ധാരണത്തിന് 3.5 കോടി രൂപ അനുവദിച്ചതായി UR പ്രദീപ് MLA അറിയിച്ചു. നവകേരള സദസ്സിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തുക അനുവദിച്ചത്. LDF എടത്തുരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന കാൽനട ജാഥയ്ക്ക് തുടക്കമായി. ജാഥയുടെ ഉദ്ഘാടനം ചന്ദ്രാപിന്നി സെന്ററിൽ CPI ജില്ലാ കൌൺസിൽ അംഗം KP സന്ദീപ് നിർവഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ PK ഷാജു അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം മഞ്ജുള അരുണൻ, CPM ലോക്കൽ സെക്രട്ടറിമാരായ AV സതീഷ്, ഷീന വിശ്വൻ, CPI ലോക്കൽ സെക്രട്ടറി CB അബ്ദുൾ സമദ് തുടങ്ങിയവർ സംസാരിച്ചു. വിശ്വാസികൾ അണിനിരത്തി സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടും ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ഇതൊരു പക്ഷെ താരതമ്യേന ഏറ്റവും കുറവ് തനത് വരുമാനം ഓൺ ഫണ്ട് ഉള്ള പഞ്ചായത്തുകളിൽ ഒന്നാണ് എടത്തിരുത്തി പഞ്ചായത്ത്. തൃശൂർ ജില്ലാ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റിയും തൃപ്രയാർ TSGAയും സംയുക്തമായി ജില്ലാ മിനി വോളിബോൾ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ മുഖ്യാതിഥിയായിരുന്നു. ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ TV വിവേകാനന്ദൻ,
അധ്യക്ഷത വഹിച്ചു. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ നിന്ന് 14 ടീമുകളും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ നിന്ന് 9 ടീമുകളും പങ്കെടുത്തു. വളരെ സന്തോഷമുണ്ട്. ഈ ഒരു ട്രെൻഡ് നല്ല ട്രെൻഡാണ്. കൊച്ചുമക്കളൊക്കെ തന്നെ പഠനത്തിലും നിങ്ങൾ ശ്രദ്ധ ഉണ്ടാവും. കൊച്ചുമക്കൾ ഒരുക്കിക്കൊണ്ടുവന്ന എല്ലാ ചോറ്റാനിക്കര ദേവിക്ക് അർച്ചന ചെയ്യാൻ പുഷ്പോദ്യാനമൊരുക്കി വടക്കാഞ്ചേരി സ്വദേശിയായ ഭക്ത. ജീവകാരുണ്യ പ്രവർത്തകനായ പാറലിക്കാട് സ്വദേശി ഡോക്ടർ ഐശ്വര്യ സുരേഷാണ് പൂന്തോട്ടം ഒരുക്കി നൽകിയത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ സുരേഷ് ബാബു പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ യഹുല ദാസ്, മാനേജർ രഞ്ജിനി രാധാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പഴയന്നൂർ പഞ്ചായത്തിലെ ഏലനാട് വേലൻകോട് റോഡ് നവീകരണത്തിന് 30 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി UR പ്രദീപ് MLA അറിയിച്ചു. ശക്തമായ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന റോഡ് കോൺക്രീറ്റ് ചെയ്താണ് നിർമ്മിക്കുക. ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് നിർമ്മാണ ചുമതല. എരുമപ്പെട്ടി കരിയന്നൂർ റോഡിന്റെ വശങ്ങളിൽ വളർന്നു നിൽക്കുന്ന പൊന്തക്കാട് യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ തെറ്റയിൽ ഗോഡൌണിനോട് ചേർന്നുള്ള റോഡരികിലാണ് കുറ്റിച്ചെടികളും പുല്ലും വളർന്നു നിൽക്കുന്നത്. റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന പുൽച്ചെടികൾ കാൽനട യാത്രക്കാർക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ചാഴൂർ ശ്രീനാരായണ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റും തൃശൂർ IMAയും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ചാഴൂർ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ഷൺമുഖൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് കവിത കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ഡോക്ടർ സുഭാഷിണി മഹാദേവൻ രക്തദാന സന്ദേശം നൽകി. പ്രിൻസിപ്പാൾ ഇൻചാർജ് നൈസൻ പൗലോസ്, IMA മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബാലഗോപാൽ, പ്രധാനാധ്യാപിക TS സുനി, പ്രോഗ്രാം ഓഫീസർ EA ഷൈനി, സ്റ്റാഫ് സെക്രട്ടറി രഞ്ജു, P രവി തുടങ്ങിയവർ സംസാരിച്ചു. മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി അമൃത ഇൻസ്റ്റിറ്റ്യൂഷനുകൾ സംയുക്തമായി ശുചീകരണ യജ്ഞം നടത്തി. സ്വരാജ് റൌണ്ടിൽ നടന്ന ശുചീകരണ പരിപാടിയിൽ അയ്യന്തോൾ അമൃത വിദ്യാലയത്തിലെ 100ഓളം വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു. ശുചിത്വത്തിലൂടെ ആരോഗ്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള അമലഭാരതം ക്യാമ്പയിന്റെ ഭാഗമാണ് തൃശൂരിലും ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചത്. കേന്ദ്ര ഗവൺമെന്റ് ITI പരീക്ഷയിലും കേരള സർക്കാരിന്റെ എഞ്ചിനീയറിംഗ് പരീക്ഷയിലും തൃശൂർ വിക്ടറി ITI മികച്ച വിജയം നേടി. കേന്ദ്ര ഗവൺമെന്റ് പരീക്ഷയിൽ 8 ഗ്രേഡുകളിലും മറ്റ് വിവിധ വിഭാഗങ്ങളിൽ 100% വിജയം നേടി. കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ പരീക്ഷയിൽ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ മെക്കാനിക്കൽ ട്രേഡുകളിലെ വിദ്യാർത്ഥികൾ 100% വിജയം കരസ്ഥമാക്കി. എല്ലാ വിദ്യാർത്ഥികളും ഡിസ്റ്റിങ്ഷനോടുകൂടിയാണ് വിജയിച്ചത്. സിവിൽ, ഇലക്ട്രിക്കൽ, ഓട്ടോമൊബൈൽ ട്രേഡുകളിൽ 90% വിജയം കൈവരിച്ചു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെയും ചേറൂർ സാഹിതി സാംസ്കാരിക കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ നമ്മൾ നടന്ന വഴികൾ എന്ന പേരിൽ സമാധാരണ പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയിൽ എഴുത്തുകാരനായ KC നാരായണൻ കൈനുരുള്ളി അദ്ദേഹത്തിന്റെ വസതിയിലെത്തി ആദരിച്ചു. തൃശൂർ ലിറ്റററി ഫോറം പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ, മാധവിക്കുട്ടി, P കേരളവർമ്മ, അപർണ ബാലകൃഷ്ണൻ, രാജലക്ഷ്മി മാനഴി, അനിത വർമ്മ എന്നിവർ പങ്കെടുത്തു. പഴയന്നൂർ കൂനത്തറ ALP സ്കൂളിൽ കലോത്സവം സംഘടിപ്പിച്ചു. കലാമണ്ഡലം ചിത്ര അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം KM അസീസ് അധ്യക്ഷനായിരുന്നു. പ്രധാന അധ്യാപിക M പ്രമീള, റിട്ടയർഡ് DEO അംബികവല്ലി, PTA പ്രസിഡന്റ് ഷാഹുൽ, വൈസ് പ്രസിഡന്റ് ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു.
ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ തൃശൂർ സെന്റ് മേരീസ് കോളേജും സംയുക്തമായി ഭിന്നശേഷിക്കാരുടെ സംഗമം സംഘടിപ്പിച്ചു. കോളേജ് മാനേജർ സിസ്റ്റർ നിത്യ ജോസ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഇ ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ മീന കെ ചെറുവത്തൂർ, തൃശൂർ റോട്ടറി ക്ലബ് പ്രസിഡന്റ് ടി.പി. സന്തോഷ്, ഗായിക ഇന്ദുലേഖ വാര്യർ തുടങ്ങിയവർ സംസാരിച്ചു. കടങ്ങോട് പഞ്ചായത്തിലെ 4-ാം വാർഡിലെ പൊതുസ്ഥലങ്ങളിൽ നടത്തിയ ഫലവൃക്ഷ തൈ വിളവെടുപ്പിന് ഉദ്ഘാടനം വാർഡംഗം അഭിലാഷ് കടങ്ങോട് നിർവഹിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പൊതു ഇടങ്ങളിൽ തൈകൾ വെച്ച് പിടിപ്പിച്ചത്. 1 ലക്ഷം രൂപയോളം ചിലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കിയത്. നാട്ടുകാരുടെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും സഹായമാണ് ദൌത്യം വിജയിക്കാൻ കാരണമെന്ന് അഭിലാഷ് കടങ്ങോട് പറഞ്ഞു. പല സ്ഥലങ്ങളിലും വൃക്ഷങ്ങൾ കാടാണെങ്കിൽ പോലും അതുപോലെ തന്നെ മരങ്ങൾ മുറിച്ച് നശിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ വളരെ മാതൃകാപരമായിട്ട് കടങ്ങോട് ഗ്രാമപഞ്ചായത്തും പഞ്ചായത്തിലെ തൊഴിലുറപ്പ് ഓഫീസർമാരും ഈ വാർഡിലെ തൊഴിലുറപ്പ് മേറ്റുമാരും തൊഴിലാളികളും നാട്ടുകാരുടെയൊക്കെ സഹായത്താൽ 2 വർഷം മുന്നേ നടപ്പിലാക്കിയ പദ്ധതി ഈ വാർഡിൽ 90ഓളം മരങ്ങൾ ഇന്ന് നിലനിൽക്കുകയാണ്. അതിൻ്റെ പല മരങ്ങളും കായ്ച്ചു വിളവെടുപ്പും നടത്തുകയാണ്. അപ്പോൾ ഈ നാട്ടിലെ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഔഷധ മരങ്ങളാണ് വെച്ച് പിടിപ്പിച്ചത്. അത് വളരെ നല്ല രീതിയിൽ തൊഴിലാളികൾ ആത്മാർത്ഥമായിട്ട് പണിയെടുത്തു. അതിൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ പരിപാലനം നടത്തി. പരിപാലനത്തിന് കടങ്ങോട് പഞ്ചായത്തിലെ ഓഫീസർമാരും പഞ്ചായത്തും കൃത്യമായിട്ട് പരിപാലനം കൊടുത്തു. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഓരോ വീടിൻ്റെ പ്രദേശത്തുള്ള ആളുകളും ആ തൈകൾ വെള്ളമൊഴിച്ചു, പരിപാലിച്ചു, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു. പുല്ല് പറിക്കൽ ഉൾപ്പെടെ ഈ നാട്ടിലെ ആളുകൾ ചെയ്തു. മായന്നൂർ VLP സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനം 1-ാം വാർഡ് അംഗം E.K. മനോജ് നിർവഹിച്ചു. PTA വൈസ് പ്രസിഡന്റ് PR ഷൺമുഖൻ അധ്യക്ഷനായിരുന്നു. പ്രധാനാധ്യാപകൻ ദീപു മാത്യു, MPTA പ്രസിഡന്റ് വിജി ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. പറക്കോട്ടുകാവ് താലപ്പൊലി കമ്മിറ്റി പാമ്പാടി ദേശത്തിന്റെ നേതൃത്വത്തിൽ നവരാത്രി മഹോത്സവ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ആഘോഷ പരിപാടികൾക്ക് തിങ്കളാഴ്ച തുടക്കമാകും. തുടർന്ന് ഒക്ടോബർ 2 വരെ എല്ലാ ദിവസവും വൈകുന്നേരം ദീപാരാധന, ചുറ്റുവിളക്ക്, വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും. ആഘോഷ പരിപാടികളെക്കുറിച്ച് ദേശീയ കമ്മിറ്റി സെക്രട്ടറി TP രാമചന്ദ്രൻ, പ്രസിഡന്റ് CV ദിനേശൻ, ട്രഷറർ KP വിജയകുമാർ തുടങ്ങിയവർ വിശദീകരിച്ചു. മഹാകവി അക്കിത്തം സ്മാരക സാഹിത്യ കൂട്ടായ്മ ഏർപ്പെടുത്തിയ പ്രഥമ അക്കിത്ത പുരസ്കാരത്തിന് ഡോക്ടർ ദീപയുടെ നിഴൽ വീണ വഴിയിലെ ഗന്ധരാജ പുഷ്പങ്ങൾ എന്ന കവിതാ സമാഹാരം അർഹയായി. 10,001 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന പുരസ്കാരം ഈ മാസം 27-ന് ഇരിങ്ങാലക്കുട നഗരസഭാ ടൗൺ ഹാളിൽ കവി മുരുകൻ കാട്ടാക്കട സമ്മാനിക്കും. കൂട്ടായ്മ പ്രസിഡന്റ് രാധാ പുഷ്പജൻ, വൈസ് പ്രസിഡന്റ് സുനിൽ സോമ, ജനറൽ സെക്രട്ടറി ശൈലജ സീന, ട്രഷറർ ഇന്ദിര ശിവകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കോട്ടോൾ ഷെയ്ഖ് വലിയുള്ളാഹി ഷംസുൽ ആരിഫിൻ ബീരാവുണ്ണി മുസ്ലിയാരുടെ 50-ാം ആണ്ട് നേർച്ചയുടെ ഭാഗമായി കുടുംബസമ്മേളനം നടത്തി. പ്രാർത്ഥനകൾക്ക് മഹൽ ഖത്തീബ് മുജീബ് റഹ്മാൻ യമാനി നേതൃത്വം നൽകി. തുടർന്ന് നടന്ന സമ്മേളനം മുൻ രാജ്യസഭാ അംഗം C. ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. മഹൽ പ്രസിഡന്റ് VA ഉമ്മർ മൗലവി അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷന്റെ 32-ാം സംസ്ഥാന സമ്മേളനം ഞായറാഴ്ച തൃശൂരിൽ നടക്കും. 700ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ EN അരുൺകുമാർ, ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ S. ശ്രീജിത്ത്, ഡോക്ടർ സിനി രമ്യ, ഡോക്ടർ വിജോയ് ജോസഫ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കുന്നംകുളം പെങ്ങാമുക്ക് ഓട്ടോ പാർക്കിംഗിന് സമീപം വഴിയരികിൽ കൂട്ടിയിട്ടിരുന്ന മരശിഖരങ്ങൾ നീക്കം ചെയ്തു. മരം കൂട്ടിയിട്ടിരുന്നതുമൂലം പാർക്കിംഗിന് ഏറെ തടസ്സം നേരിട്ടിരുന്നു. ഡ്രൈവർമാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വാർഡംഗം പ്രദീപ് കുന്നത്ത ഇടപെട്ട് മരം മുറിക്കാൻ കരാറെടുത്ത വ്യക്തിയെക്കൊണ്ട് നീക്കം ചെയ്യിക്കുകയായിരുന്നു. വെങ്കിടങ് പഞ്ചായത്തിൽ LDFന്റെ നേതൃത്വത്തിൽ വികസന മുന്നേറ്റ ജാഥയ്ക്ക് തുടക്കമായി. ജാഥ ക്യാപ്റ്റൻ EV പ്രബീഷ്, വൈസ് ക്യാപ്റ്റൻ CR ദിലീപ്, ജാഥ മാനേജർ ജോസഫ് വടക്കൻ എന്നിവരുടെ നേതൃത്വത്തിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന ജാഥയ്ക്ക് 20ഓളം കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകും. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബെന്നി ആന്റണി ഉദ്ഘാടനം ചെയ്തു. CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ ജാഥ ക്യാപ്റ്റന് പതാക കൈമാറി. ഞായറാഴ്ച വൈകിട്ട് തോയക്കാവ് സെന്ററിൽ മുരളി പെരുന്നെല്ലി MLAയുടെ ജാഥയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും.
LDF അരിമ്പൂർ പഞ്ചായത്ത് വികസന മുന്നേറ്റ ജാഥ മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. ജാഥ വൈസ് ക്യാപ്റ്റൻ KK മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ KK ശശിധരൻ, മാനേജർ അജി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം നഗരസഭാ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷയായി. വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയും നർത്തകിയുമായ M. നീതു മോഹൻ മുഖ്യാതിഥിയായി. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, സജിനി പ്രേമൻ, T. സോമശേഖരൻ, പ്രിയ സജീഷ്, വാർഡ് കൌൺസിലർ ബിജു C. ബേബി തുടങ്ങിയവർ സംസാരിച്ചു. പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം ഗണിത ലാബിന്റെ നവീകരണത്തിനായി 2,900,000 രൂപ അനുവദിച്ചു. നവീകരിച്ച ലാബിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം KC സജു നിർവഹിച്ചു. PTA പ്രസിഡന്റ് ബിജു വർഗീസ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ CK സുനന്ദ, വാർഡംഗം ആനി ജോയ്, ഹെഡ്മിസ്ട്രസ് VK ശൈലജ, വിജി പ്രജീഷ്, PV സുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. പുത്തൻകാട് മുത്താരംകുന്ന് പാടത്ത് നടീൽ ഉത്സവം നടത്തി. പുത്തൂർ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നളിനി വിശ്വംഭരൻ ഉദ്ഘാടനം നിർവഹിച്ചു. മൂർക്കനിക്കര ഗവൺമെന്റ് LP സ്കൂൾ വിദ്യാർത്ഥികൾ നടീൽ ഉത്സവത്തിൽ പങ്കെടുത്തു. പ്രധാന അധ്യാപിക മാലിനി, പഞ്ചായത്ത് അംഗം ബിന്ദു സേതുമാധവൻ, സന്തോഷ് പുത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ കോർപ്പറേഷൻ വടൂക്കര ഡിവിഷണൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി മേയർ ML റോസി ഡിവിഷനിലെ വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു. കൌൺസിലർ PV അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. TV സുരേഷ്, CP പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. HMS നേതൃത്വത്തിലുള്ള സദേൺ റെയിൽവേ മസ്ദൂർ യൂണിയൻ ജില്ലാ കമ്മിറ്റി അവകാശ ദിനം ആചരിച്ചു. HMS ജില്ലാ ജനറൽ സെക്രട്ടറി KS ജോഷി ഉദ്ഘാടനം ചെയ്തു. സദേൺ റെയിൽവേ മസ്ദൂർ യൂണിയൻ ജില്ലാ സെക്രട്ടറി ലിജോ ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. PR റാസിഖ്, രാഹുൽ V. നായർ, KV മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. വലപ്പാട് ഉപജില്ല വിദ്യാഭ്യാസ വികസന സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. ഉപജില്ലയിലെ വിവിധ സ്കോളർഷിപ്പുകൾക്ക് അർഹരായ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. പെരിഞ്ഞനം GUP സ്കൂളിൽ നടന്ന പ്രതിഭാ സംഗമം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് AEO KV അമ്പിളി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക ഖദീജ B, BPC ചിത്രകുമാർ, വികസന സമിതി കൺവീനർ ശ്രീജ മൗസ്മി തുടങ്ങിയവർ സംസാരിച്ചു. CBSE സ്കൂളുകളുടെ കൂട്ടായ്മയായ ജില്ലാ സഹോദയ കോംപ്ലക്സ് സംഘടിപ്പിക്കുന്ന യോഗാസന ചാമ്പ്യൻഷിപ്പ് തൃശൂരിൽ നടന്നു. തൃശൂർ ദേവമാതാ സ്കൂളിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് ഡോക്ടർ അഖില വിനോദ് ഉദ്ഘാടനം ചെയ്തു. ദേവമാതാ സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ജോയ്സ് എലവത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സഹോദയ പ്രസിഡന്റ് ഡോക്ടർ M. ദിനേശ് ബാബു പതാക ഉയർത്തി. അധ്യാപികമാരായ PG മഞ്ജു, ലക്ഷ്മി സോമസുന്ദരൻ, ഫിൽബി ആൻഡോ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 165 വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 10,280, പവന് 82,240. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. മാർ ജേക്കബ് തൂങ്കുഴിക്ക് വിട നൽകാനൊരുങ്ങി സാംസ്കാരിക നഗരി. നാളെ തൃശൂരിൽ പൊതുദർശനവും വിലാപയാത്രയും.
ഖബറടക്കം ഔദ്യോഗിക ബഹുമതികളോടെ തിങ്കളാഴ്ച കോഴിക്കോട്. കലുങ്ക് സംവാദ പരിപാടിയിലെ വിവാദങ്ങളിൽ വിശദീകരണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പരിപാടി വക്രീകരിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് സുരേഷ് ഗോപി. ജില്ലയിൽ പരക്കെ മോഷണം. മാള തൻകുളം മഹാദേവ ക്ഷേത്രത്തിലും നെല്ലായിയിലെ വ്യാപാര സ്ഥാപനത്തിലും മോഷണം. മണ്ണമ്പേട്ടയിൽ പൂട്ടിയിട്ട വീട്ടിലും തൃശൂർ സെന്റ് ക്ലെയർ സ്കൂളിലും മോഷണ ശ്രമം. ഒല്ലൂർ കമ്പനിപ്പടിയിൽ സ്വകാര്യ ബസ് കടയിലേക്ക് ഇടിച്ചുകയറി 3 പേർക്ക് പരിക്കേറ്റു. ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണം. ആളൂർ ഉറുമ്പൻകുന്ന് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നു. റോഡ് വികസനത്തിനായി ടാറിംഗ് പൊളിച്ചു നീക്കിയതിനാൽ കാൽനട യാത്ര പോലും ദുരിതത്തിൽ. KSU പ്രവർത്തകരെ കൈവിലങ്ങും കറുത്ത മുഖംമൂടിയും ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് DGP. യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ സമർപ്പിച്ച പരാതിയിലാണ് നടപടി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.